ഗവിയിലേക്കുള്ള ഫസ്റ്റ് ബസ് പിടിച്ചാലോ? ഫോറസ്റ്റ് ഓപ്പൺ ആകുന്ന ടൈമിൽ തന്നെ നമുക്ക് ഗവിയിലേക്ക് കയറാം. എറണാകുളം നിന്നും ഗവിയിലേക്ക് ഒരു ബഡ്ജറ്റ് യാത്ര. രാത്രി 11 മണിക്ക് എറണാകുളം സ്റ്റാൻഡിൽ നിന്നും കുമളിയിലേക്ക് പോകുന്ന ഒരു KSRTC ബസ് ഉണ്ട്. 10:30 കൂടി എത്തുവാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കാവുന്നതാണ്. ബസ് സ്റ്റാൻഡിൽ നിന്ന് വിടുന്ന സമയത്ത് തന്നെ സീറ്റിംഗ് ഒക്കെ ഓൾമോസ്റ്റ് ഫില്ലാണ്. രാത്രി യാത്ര ആയത് കാരണം ചുരം കയറുന്ന സമയത്ത് വിൻഡോ സീറ്റിലെ കാറ്റ് വൈബാണെങ്കിൽ കുറച്ച് നേരത്തേക്ക് കാണത്തുള്ളൂ. പിന്നെ ഒന്നൊന്നര തണുപ്പാണ്. സോ ജാക്കറ്റ് മറക്കണ്ട. ഒരുവിധം ഇടുക്കി ഫുള്ള് കറങ്ങിയാണ് ഈ ഒരു ബസ് പോകുന്നതെന്ന് മനസ്സിലായി. ആലുവ, പെരുമ്പാവൂർ, കോതമംഗലം, നേര്യമംഗലം, പിന്നെ ചെറുതോണിയിൽ ഒരു ടീ ബ്രേക്ക് ഒക്കെ കഴിഞ്ഞ് പിന്നെ കട്ടപ്പന, കുമളി. 234 രൂപയാണ് ഒരാൾക്കുള്ള ടിക്കറ്റ് ചാർജ് വരുന്നത്. എറണാകുളത്ത് നിന്നുള്ളവരാണെങ്കിൽ സ്റ്റാൻഡിൽ നിന്ന് കയറുന്നതായിരിക്കും ബെറ്റർ. കോടയൊക്കെ വകഞ്ഞു മാറ്റി കുമളിയിൽ ഒരു 4:15 ആകുമ്പോഴത്തേക്കും ബസ് എത്തും. അവിടെ നിന്ന് ഒരു കട്ടനൊക്കെ കുടിച്ച് വാഷ്റൂമിലേക്ക് പോയി വരുമ്പോൾ ഗവിക്കുള്ള ആദ്യത്തെ ബസ് അവിടെ ഉണ്ടാവും. 5:15 ആകുമ്പോഴത്തേക്കും ബസ് അവിടെ പിടിച്ചിടും. 5:30 ആകുമ്പോൾ സ്റ്റാൻഡിൽ നിന്നും ബസ് വിടും. ഒരാൾക്ക് 208 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. 6 മണിക്കൂറോളം കാട്ടിലൂടെയുള്ള യാത്രയാണ്. ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് ഗവിക്കാണോ പത്തനംതിട്ടയ്ക്കാണോ എന്ന കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. 2 ഓപ്ഷനാണ് ഉള്ളത്. കാട് കഴിയുന്ന സ്ഥലത്തിനടുത്തൊരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ പത്തനംതിട്ട സൈഡിൽ നിന്നും വരുന്ന ബസ്സിൽ കയറി തിരികെ അതേ കാട്ടിലൂടെ ഒന്നുകൂടി കാടൊക്കെ കണ്ട് തിരിച്ച് കുമളിയിലേക്ക് വരാം. അതല്ല, എറണാകുളം കോട്ടയം സൈഡിലേക്ക് പോകാനുള്ളവരാണെങ്കിൽ പത്തനംതിട്ട ഇറങ്ങുന്നതാവും നല്ലത്. അത്യാവശ്യം നല്ല ദൂരം ഇരുന്ന് ഒരു പരുവമാകാനുള്ള ചാൻസ് ഉണ്ട്. അധികം സമയം എവിടെ നിർത്തില്ല. മാക്സിമം 5 മിനിറ്റ് ആണ് ഒരു വ്യൂ പോയിന്റിൽ നിർത്തിയത്. ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് തന്നെ ഫുഡ് വേണ്ടവർ അഡ്വാൻസ് ആയിട്ട് പറയേണ്ടതാണ്. കണ്ടക്ടർ ചോദിക്കുന്നതായിരിക്കും. ഇടയ്ക്ക് എവിടെയും ഫുഡ് കിട്ടാനോ അല്ലെങ്കിൽ ഇറങ്ങാനോ ഉള്ള ഓപ്ഷൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അപ്പോൾ അഡ്വാൻസ് ആയിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പറയേണ്ടതാണ്. പിന്നെ മൃഗങ്ങളെ കാണുക എന്ന് പറയുന്നത് നമ്മുടെ ഭാഗ്യം പോലെയാണ്. ആനയും കാട്ടുപോത്തും പുലിയും കടുവയും ഒക്കെയുള്ള കാട് തന്നെയാണ്. പക്ഷേ എല്ലാം നമ്മുടെ ഭാഗ്യം പോലെ. ഈ കാഴ്ചയൊക്കെ കണ്ട് കാടൊക്കെ കഴിഞ്ഞ് ആസ്വദിച്ച് ഒരു 11:30 മണിയോടുകൂടി പത്തനംതിട്ടയിൽ നമ്മുടെ ബസ് എത്തുന്നതായിരിക്കും.